സംഭവിച്ചതിന്റെ പിറ്റേന്ന് മൈതാനത്തിലെത്തിയ ഭഗത് സിംഗിന് അവിടുത്തെ കാഴ്ചകൾ കണ്ട് സഹിക്കാൻ പറ്റില്ല. ചോര പുരണ്ട ഒരു പിടി മണ്ണ് കയ്യിലെടുത്ത് ആ ബാലൻ പ്രതിജ്ഞ ചെയ്തു, ഞാൻ എന്നെ തന്നെ രാജ്യത്തിനായി സമർപ്പിക്കുന്നു. എന്താ അവിടെ നോക്കട്ടെ, എവിടുന്നത് ചോദിച്ചാടില്ലേ? അന്ന് കണക്ക് സാറിന് വെട്ടിക്കൊല്ലാൻ വന്നില്ലേ, അയാളുടെ കയ്യിൽ നിന്ന് തെറിച്ചു പോയതാ. സർ, ഇതാണ് ആ ഫോൺ. പ്രസാദ് കൊല്ലപ്പെട്ട സമയത്ത് പ്രതിയിൽ നിന്ന് നഷ്ടപ്പെട്ടതാണത്. സർ, പ്രസാദ് കൊല ചെയ്യപ്പെടുന്നതിന് മുമ്പ് ഈ ഫോണിൽ നിന്നുള്ള ലാസ്റ്റ് ഔട്ട് ഗോയിങ് കോള് മന്ത്രി ബാലഗംഗാധരമേനോന്റെ ഫോണിലേക്കായിരുന്നു. റിമാൻഡിൽ കഴിയുന്ന പ്രതിയെ വീണ്ടും ചോദ്യം ചെയ്തപ്പോ മന്ത്രിയുടെ പങ്കിനെ കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ട് സർ. അത് മാത്രമല്ല സർ, മണിമലയാർ ഡാം അഴിമതി കേസിൽ 2 വട്ടം നോട്ടീസ് അയച്ചിട്ടും മേനോ ഹാജരായിട്ടില്ല. തനിക്കിതൊന്നും ബാധമല്ല എന്ന മട്ട മേനോനുള്ളത്. ഇപ്പൊ വാറന്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണോ തന്റെ അച്ഛനെ ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്തിയെടുക്കുക? അച്ഛൻ ശിക്ഷിക്കപ്പെടണമെന്ന് ലോകത്ത് ഒരു മകനും ആഗ്രഹിക്കില്ല, ഞാനും. പക്ഷെ ആര് കുറ്റം ചെയ്താലും ശിക്ഷിക്കപ്പെടണം സാർ, പ്രത്യേകിച്ച് ജനങ്ങൾക്ക് മാതൃകയാകേണ്ടവർ. ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുമ്പോഴാണ് വീണ്ടും വീണ്ടും തെറ്റുകൾ ചെയ്യാനുള്ള ആത്മധൈര്യം കൂടുന്നത്. ഇത് അച്ഛനെ രക്ഷപ്പെടുത്തലായി നമുക്ക് കണക്കാക്കാം. തെറ്റുകൾ തിരുത്താനും പശ്ചാത്തപിക്കാനുള്ള ഒരു അവസരം. ഒരുപക്ഷെ ഇതിലൂടെ ഒരു മനമാറ്റ അച്ഛനുണ്ടായാൽ. അല്ലേ സാർ? കൂടുതലൊന്നും ഇക്കാര്യത്തിൽ എനിക്ക് പറയാനില്ല. നിങ്ങളോട് വെയിറ്റ് ചെയ്യൂ സർ. അച്ഛാ, ഹർഷം വരുന്നു. അച്ഛാ, മുഖ്യമന്ത്രിയുടെ ഓർഡർ കൈ കിട്ടി അല്ലേ? അച്ഛനെ അറസ്റ്റ് ചെയ്യാൻ മരുമകന് ഡ്യൂട്ടി. അവറാച്ചൻ കളിക്കട്ടോ, കളി അവിടെ വരെ പോകുന്ന കാണാം നമുക്ക്. അച്ഛനെ കോടതിയിലേക്ക് കൊണ്ടുപോയാൽ മതി. ജാമ്യത്തിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. വക്കീലുമായി ജോസ്പേട്ടൻ കോടതി വെയിറ്റ് ചെയ്യാ. നീ എങ്ങനെ എന്നെ കൊണ്ടുപോകുന്ന? കാറിൽ ഫോളോ ചെയ്താൽ കാറിലോ? എന്റെ പട്ടി വരും. പോലീസ് ജീപ്പിന്റെ പിന്നിലിട്ട് തന്നെ എന്നെ കൊണ്ടുപോകണം. അതിനു മുമ്പ് ഈ മുറ്റത്തിട്ട് എന്നെ തല്ലി ചതയ്ക്കണം, മുടുമുണ്ട് വലിച്ചു പറിക്കണം. പിന്നെ പത്രക്കാരോ ചാനലുകാരോ ചോദിച്ചു കഴിഞ്ഞാൽ മുഖ്യന്റെ സ്പെഷ്യൽ ഓർഡർ ആണെന്നൊക്കെ പറഞ്ഞേക്കണം. ഇതൊന്നും നീ ചെയ്യണ്ട, പോലീസുകാരെ കൊണ്ട് ചെയ്യിച്ചാൽ മതി. അയ്യോ, ഓ, ഇത് മുഖ്യമന്ത്രിയെ താഴെ ഇറക്കാനുള്ള കുശാഗ്രമതി ഇല്ലേ? എന്റെ പൊന്നെ, ഞാൻ എന്തുവായി കേൾക്കുന്നേ? ഗുരു എന്നെ ഒന്ന് അനുഗ്രഹിച്ചാട്ടെ. അനുഗ്രഹമൊക്കെ അവനോട് വാങ്ങിച്ചാൽ ബുദ്ധി. കാര്യങ്ങളൊക്കെ നമ്മുടെ പോലീസുകാരോടൊന്ന് പറഞ്ഞേക്കാം. ജയ്, പത്രക്കാരും ചാനലുകാരും ഒക്കെ റെഡിയാ. എന്നാ പിന്നെ തുടങ്ങിക്കും. നടക്കണം സാർ. പിടിച്ച് തള്ളണോ? ഒരു മിനിസ്റ്റർ അദ്ദേഹം വീട്ടിൽ അനാവശ്യം കാണിക്കാതെ ബഹളം ഉണ്ടാക്കരുത്. ഇത് ചീഫ് മിനിസ്റ്റർ ഓർഡർ. ചീഫ് മിനിസ്റ്റർ ഓർഡർ. നമസ്കാരം. പ്രധാന വാർത്തകൾ. മന്ത്രി ബാലഗംഗാധര മേനോന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് കേരളത്തിൽ പലയിടങ്ങളിലും അക്രമങ്ങൾ. ഇപ്പോൾ കിട്ടിയത് അറസ്റ്റിലായിരുന്ന വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ബാലഗംഗാധര മേനോന് കോടതി ജാമ്യം അനുവദിച്ചു.
എടോ മേന്നെ, എന്നെ താഴെ ഇറക്കാൻ താൻ കളിച്ച കളി വളരെ ചീപ്പായി പോയി. അവറാച്ചൻ എന്താ ഈ പറയുന്നേ? ഒന്നും പറയണ്ട, സൂത്രധാരൻ താനാണെന്ന് എനിക്കറിയാം. താൻ ഒന്നോർത്തോ, തനിക്കെതിരെയുള്ള വജ്രായുധ എന്റെ കയ്യിലുണ്ട്. ഞാൻ അതെടുത്ത് പ്രയോഗിക്കാൻ പോവുക. പ്രധാന വാർത്തകൾ. കേരള മുഖ്യമന്ത്രി PK എബ്രഹാം രാജിവെച്ചു. നിയമസഭ പിരിച്ചുവിടാൻ ഗവർണറുടെ ശുപാർശ. അവറാച്ചൻ രാജിവെച്ചൊഴിഞ്ഞാ പോരെ, മന്ത്രിസഭ പിരിച്ചുവിടേണ്ട വല്ല കാര്യമുണ്ടോ? പോണ പോക്കിലെല്ലാം തൊലയട്ടെ എന്ന് കരുതി കാണും. ഉത്തരത്തിലിരിക്കുന്ന എടുക്കാൻ പോയി ഇപ്പൊ കക്ഷത്തിരുന്ന പോയില്ലേ? ഞാൻ ഉദ്ദേശിച്ച നാളത്തെ പത്രവാർത്തകളെയാണ്. ഇപ്പോൾ കിട്ടിയ വാർത്ത: കേരള നിയമസഭ പിരിച്ചുവിട്ടു, തെരഞ്ഞെടുപ്പ് ഉടൻ. ഇനിയൊരു തെരഞ്ഞെടുപ്പിനെ നേരിടാനോ മുഖ്യമന്ത്രിയാവാനോ ഞാനില്ല. അതെന്താ, KDF-ന് ഭൂരിപക്ഷം കിട്ടില്ല എന്ന് കരുതിയിട്ട്? അല്ല, ഒന്നുകൂടി ആലോചിച്ചിട്ട്. ഇല്ലടോ, എനിക്ക് മടുത്തു. വേണ്ട, ഞാൻ നിർബന്ധിക്കുന്നില്ല. അപ്പൊ പിന്നെ അടുത്ത മുഖ്യമന്ത്രി എന്താ ഇത്ര സംശയം? താൻ തന്നെ. എന്താ, എന്തു പറ്റി? ഒന്നുമില്ല. ഇനി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പറ്റിയ ഏക നസ്രാണി താൻ മാത്ര. മുഖ്യമന്ത്രി തൊമ്മൻ ചാക്കോ. ഞാനിത് സ്വപ്നത്തിൽ പോലും ആഗ്രഹിച്ചിട്ടില്ല. ഒന്ന് ചുമ്മാ പോടോ. ഞാൻ മാറണമെന്ന് താൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടില്ലടോ തനിക്ക് മുഖ്യമന്ത്രിയാവാൻ. ഞാനോ? എന്താ ഈ പറയണേ? എക്സ്ക്യൂസ് മീ സർ. വാ വാ വാ. എന്തിനാ സാർ എന്നെ അത്യാവശ്യമായിട്ട് വിളിപ്പിച്ചത്? സന്തോഷമുള്ള ഒരു കാര്യം പറയാനാ വിളിപ്പിച്ചത്. പറയട്ടോടോ. തന്നെ ചിറ്റാരിക്കര മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാക്കണമെന്ന എല്ലാവരുടെയും താല്പര്യം. എന്താ? അപ്പൊ അച്ഛൻ? എടോ, മേനോന്റെ പേരിൽ അഴിമതി ആരോപണവും കേസും ഒക്കെ ഉള്ള നിലയ്ക്ക് 8 നിലയിൽ പൊട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മുടെ മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടുമെന്ന് ഉറപ്പില്ലാത്ത സാഹചര്യത്തിൽ ഒരു സീറ്റ് കളഞ്ഞു കുളിക്കാൻ പറ്റില്ല. താൻ ഒന്നുകൊണ്ടും പേടിക്കണടോ, താൻ ജയിക്കും. വർക്ക് ഉടങ്ങിക്കോ. ഒരു MLA ആകണമെന്ന മോഹമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. എങ്കിലും പാർട്ടിയുടെ തീരുമാനം ഞാൻ ആദരവോടെ സ്വീകരിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. ജയിച്ച് MLA ആവുമ്പോ എന്നെ മുഖ്യമന്ത്രിയാക്കാൻ കൂടെ നിൽക്കണേ. ഞാൻ ജീവിച്ചിരിക്കുമ്പോ ചിറ്റാരിക്കര മണ്ഡലത്തിൽ പുതിയൊരു സ്ഥാനാർത്ഥിയെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. അത് നടക്കില്ല. കഴിഞ്ഞ 25 കൊല്ലമായിട്ട് ഞാൻ MLA ആയിരുന്നു, മന്ത്രിയായിരുന്നു. പക്ഷേ ജനത്തിന് ഇപ്പൊ തിരിച്ചറിവ് വന്നു തുടങ്ങി. എന്നെ ഓരോ സീറ്റും വിലപ്പെട്ടതാ. വാശിപ്പുറത്ത് അത് വെറുതെ പാഴാക്കി കളയരുത്. താനെ പോടാ അവിടുന്ന്. എനിക്കെതിരെ ഇതിലും വലിയ ആരോപണങ്ങൾ ഉണ്ടായിരുന്ന കാലത്തും കേരളം മുഴുവൻ ജനപക്ഷ തരംഗം ആഞ്ഞടിച്ചിട്ടും വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചവനാ ഈ ബാലഗംഗാധരൻ. ഇന്നിപ്പം പുളിച്ച പൗരധർമ്മം വിളമ്പുന്ന ഈ തൊമ്മിച്ചനടക്കം പലരും അന്ന് തോറ്റു തുന്നം പാടി ചരിത്രം മറക്കണം. ഞാൻ തോറ്റത് നിങ്ങളുടെ ഗ്രൂപ്പ് കാലു വാരിയതുകൊണ്ടാ. വേറെ ആരും അല്ലല്ലോ മേന്നെ, തന്റെ മകനല്ലേ സ്ഥാനാർത്ഥി. കൊള്ളാം. അവറാച്ചന്റെ 18ാമത്തെ അടവ് കൊള്ളാം. അച്ഛനെതിരായി മകനെ വെച്ച് കളിക്കുക. ഇതേ പിള്ളേര് കളിയല്ല. ജനപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി നിസ്സാരക്കാരനല്ല. എന്തൊക്കെ പറഞ്ഞാലും മുഖ്യമന്ത്രി രാജിവെക്കുന്ന കാര്യമല്ല. പിന്നെ ചിറ്റാരിക്കര മേനോൻ സാറിന് തന്നെ വേണം. അതൊഴികെ മറ്റെല്ലാ സ്ഥാനാർത്ഥികളെയും നമുക്ക് അംഗീകരിക്കാം. പക്ഷേ മേനോൻ സാറിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പിനും ഞങ്ങൾ ആരും തയ്യാറില്ല. അതെ, മേനോനെ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പിന് ഞങ്ങൾ നേരല്ല. പാർട്ടി പുലർത്തി പോകാൻ നിന്നവരവര്. തെരഞ്ഞെടുപ്പ് പെട്ടെന്ന് വന്നപ്പോ ഇവിടെ തന്നെ കൂടി. ഈ മുന്നണി വിട്ട് എന്നാൽ പൂ വിട്ട് സ്വീകരിക്കും ജനപക്ഷ മുന്നണി. എന്റെ ഗ്രൂപ്പിന് KDF-ൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സീറ്റ് കിട്ടുകയും ചെയ്യും. ദിവാകര, ഇനി ഇവിടെ നിൽക്കണ്ട, വാടോ പോകാം. അയ്യേ, നിങ്ങൾ ഇവിടെ ഇരിക്കി. ആരെങ്കിലും എന്തെങ്കിലും തമാശ പറഞ്ഞു വെച്ചാൽ അത് കാര്യാക്കുക. ചിറ്റാരിക്കരയിൽ മേനോൻ തന്നെ സ്ഥാനാർത്ഥി. അപ്പം നമ്മൾ ഗ്രൂപ്പെല്ലാം മറന്ന് തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിടുന്നു. ഇനി എല്ലാവരും ഒന്ന് കൈയടിച്ച് പാസാക്കി. വിഷമിക്കണ്ടോ, താൻ ചെറുപ്പമല്ലേ, ഇനി അവസരമുണ്ട് ഒരുപാട്. എനിക്കൊരു വിഷമമില്ല സാർ. ഒരു MLA ആകാൻ വേണ്ടി വ്രതം നോറ്റെടുക്കുന്ന ഒരാളല്ല ഞാൻ. അധികാരത്തിന്റെ അപ്പകഷ്ണം കിട്ടാൻ ചെയ്തു കൂട്ടിയ നെറുകേടുകളൊക്കെ പരസ്പരം മറക്കും, എല്ലാം പൊറുക്കും, എല്ലാവരും ഒന്നാക്കും. അധികാരം കിട്ടിക്കഴിയുമ്പോൾ പിന്നെയും തമ്മിൽ തല്ലും, പിരിയും. പക്ഷേ കൂടെ നിൽക്കുന്ന എന്നെ പോലുള്ള അണികൾക്ക് അത് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരില്ല, എളുപ്പം ദഹിച്ചെന്ന് വരില്ല. വരട്ടെ സാർ. പാർട്ടി പോകാൻ പറ. അവരവരുടെ സീറ്റ് നിലനിർത്താൻ വേണ്ടി എല്ലാം മറന്ന് അവരൊന്നായി. തന്തയ്ക്ക് പറക്കാത്ത വർഗം. ഈ നാറിയ രാഷ്ട്രീയ വ്യവസ്ഥയാണ് എതിർക്കേണ്ടതും പൊളിക്കേണ്ടതും. ഞങ്ങളുടെ ഒരു അഭിപ്രായം പറയട്ടെ, നീ സ്വതന്ത്രനായിട്ട് മത്സരിക്കണം. ശക്തമായ 2 മുന്നണികൾക്കെതിരെ മത്സരിക്കാനോ? എന്നിട്ട് കെട്ടിവെച്ച കാശിന് എവിടെ പോവും? ജയിക്കാൻ വേണ്ടിട്ടല്ല, പിന്നെ യൂത്തിന്റെ പ്രതിഷേധം അറിയിക്കാനാ. എന്നാലും അച്ഛനെതിരായിട്ടല്ല, അച്ഛന്റെ രാഷ്ട്രീയ നയങ്ങൾക്കെതിരായിട്ടാണെന്ന് എപ്പോഴും നീ പറയാറില്ലേ, അതുകൊണ്ടാ.
പോലീസുകാർക്ക് രാഷ്ട്രീയം പാടില്ലെന്നാ. എങ്കിലും ഒന്ന് പറയാം, ഞാൻ ഇവരുടെ അഭിപ്രായത്തോട് പൂർണ്ണമായി യോജിക്കുന്നു. എന്താടോ, മത്സരിച്ചുകൂടെ? അധികാരമില്ലാതെ താൻ ഇവിടെ കിടന്ന് വിളിച്ചു കൂവിയിട്ടും പോരാടിയിട്ടും ഇവിടെ ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. തന്നെ പോലെ സാമൂഹ്യ ബോധവും നിശ്ചയദാർഢ്യവും തൻ്റെ ഉള്ളതിന് മുമ്പിൽ നെഞ്ചു വിരിച്ചെന്ന് സല്യൂട്ട് ചെയ്തിട്ട് ഒരൊറ്റ ദിവസമെങ്കിലും അന്തസ്സോടെ ജോലി ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടോ? പിന്നെ ഈ ജയവും പരാജയവും ഒക്കെ നമ്മൾ ദൈവത്തിന് വിടുന്നു. 1000 വോട്ടേ തനിക്ക് കിട്ടിയുള്ളൂവെങ്കിലും ആ 1000 പേരും തൻ്റെ ഒപ്പമാ, തൻ്റെ നേതൃത്വം അംഗീകരിച്ചവരാ. അത് മതിയടോ. സാർ, ഞാൻ വേണ്ട, താൻ ഒന്നും പറയണ്ട. ഇത് ഞങ്ങളുടെ തീരുമാനം, അനുസരിക്കണം. ഞങ്ങളുണ്ട് കൂടെ. ഒരുപാട് തെരഞ്ഞെടുപ്പുകൾക്ക് ഞാൻ പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്. ഭയങ്കര രാശിയുള്ളവനാ ഞാൻ. ഞാൻ പോസ്റ്റർ ഒട്ടിച്ച ഒരു സ്ഥാനാർത്ഥിയും ഒരു ഇലക്ഷൻ ഇന്നേ വരെ ജയിച്ചിട്ടില്ല. അതെന്റെ ക്വാളിഫിക്കേഷൻ. എന്റെ അമ്മയുടെ സത്യം. 77 തെരഞ്ഞെടുപ്പിൽ ഞാൻ പോസ്റ്റർ ഒട്ടിച്ച സ്ഥാനാർത്ഥി തോമസ് ചാണ്ടി ഇടിവെട്ടേറ്റ് മരിച്ചു. 84 സ്ഥാനാർത്ഥി പാണ്ടിലോറി കയറി മയ്യത്തായി. പിന്നെ മരിക്കാത്ത സ്ഥാനാർത്ഥികൾക്ക് കെട്ടിവെച്ച കാശ് പോലും കിട്ടില്ല. പിന്നെ മൈക്ക് അനൗൺസ്മെന്റിൽ ഞാൻ ബഹുമെടുക്കാനാ. മൈക്ക് അലവൻസ് അല്ല, മൈക്ക് അനൗൺസ്മെന്റ്. അത് തന്നെ ഞാനും പറഞ്ഞത്. എനിക്കറിഞ്ഞൂടെ? ഇവന് നീ എന്റെ മാനം കളയരുത് ഈശ്വര. ഇവന്റെ കെട്ടിവെച്ച കാശെങ്കിലും കൊടുത്തേക്കണേ. ഇല്ല, ഇവന്റെ കാര്യം എനിക്കറിയാൻ പാടില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ സ്വതന്ത്രനായി മത്സരിക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ കച്ചവടക്കാരോട് ജനങ്ങൾക്കുള്ള പ്രതിഷേധം അറിയിക്കാനാണ്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഈ രാജ്യത്തിൽ ജനപക്ഷ മുന്നണി സ്ഥാനാർത്ഥി സഖാവ് ജനാർദ്ദനൻ പിള്ളയ്ക്ക് അരിവാൾ അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി. പ്രിയപ്പെട്ട വോട്ടർമാരെ, KDF-ന്റെ ശക്തനായ സ്ഥാനാർത്ഥി ശ്രീ ബാലഗംഗാധര മേനോന് ശാന്തിയുടെയും സമാധാനത്തിന്റെയും ചിഹ്നമായ അമ്പും വില്ലും അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുവാൻ അപേക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. ജനാധിപത്യ വിശ്വാസികളെ, നാട്ടുകാരെ, അഴിമതിക്കാരെയും കൊള്ളക്കാരെയും ഈ നാട്ടിൽ നിന്ന് എത്രയും പെട്ടെന്ന് കെട്ടുകെട്ടിക്കുന്നതിന് യുവത്വത്തിന്റെ പ്രതീകമായ കൃഷ്ണകുമാറിന് നമ്മുടെ ദേശീയ മൃഗമായ ഒന്നും മിണ്ടാണ്ടിരിക്കും. അത് തന്നെ ഞാൻ പറയാൻ പോണത്. നമ്മുടെ ദേശീയ മൃഗമായ കടുവയുടെ സ്വന്തം ചേട്ടനായ സിംഹം അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. ഇലക്ഷൻ ഫണ്ടിലേക്ക് സംഭാവനയായി കിട്ടിയ പണം മുഴുവൻ എടുത്ത് ഇളവാക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ലാതെ തന്നെ അച്ഛൻ ജയിക്കും, ഉറപ്പാ. അത് ശരിയാ. ഇനി അഥവാ തോറ്റാ തന്നെ ആ പണം എന്തെങ്കിലും സൈഡ് ബിസിനസിന് ഉപകരിക്കും. പിസാ കച്ചവടോ കുഴൽ പണമോ. തോൽവി എന്ന വാക്ക് എന്റെ ചരിത്രത്തിലില്ല. സ്കൂളിൽ പോകാത്തോണ്ട് അവിടെയും തോറ്റിട്ടില്ല. ഞാൻ ഉദ്ദേശിച്ച എന്നെ തന്നെയാ. വന്നല്ലോ എതിർകക്ഷി. അയ്യോ, ദേ അങ്ങോട്ട് കൊടുക്കടി. വോട്ട് ചോദിച്ച് തെണ്ടി തെരിഞ്ഞ് ക്ഷീണിച്ചു വന്നിരിക്കുക. കുടുംബത്തിന് മാനക്കേടുണ്ടാക്കാനും പത്രക്കാർക്ക് കഥകൾ ഉണ്ടാക്കാനും കോമാളി വേഷം കിട്ടി ഇറങ്ങിയിരിക്കുക. സംശയമുണ്ടോ? കഷ്ടാൽ കഷ്ടം. അച്ഛന് കിട്ടേണ്ട കുറച്ച് വോട്ടുകൾ പിടിക്കുമായിരിക്കും, എന്നിട്ട് ജയിക്കുവോ? അതുമില്ല. അതുകൊണ്ട് ആർക്കാ നേട്ടം? ജനപക്ഷ മുന്നണിക്ക്. യവൻ കാരണം ആർക്കും ഒരു ഗുണം കിട്ടില്ല. ഇവനൊക്കെ ആര് വോട്ട് കൊടുക്കാനാ? ഈ കുടുംബത്തിന് പോലും ഒരു വോട്ട് കിട്ടിവിടാന്നൊക്കെ. ഇവിടുന്ന് ഒരു വോട്ട് എനിക്ക് ഉറപ്പുണ്ട്. എന്റെ അമ്മയുടെ അല്ലേ അമ്മേ? അമ്മയുടെ വോട്ട് ചോദിക്കാൻ വന്നേക്കണം. വോട്ട് ചോദിക്കാൻ വന്ന മകനെ അട്ടിപ്പായിക്കണ്ടായിരുന്നു. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ 25 വർഷമായിട്ട് എന്റെ നാട്ടുകാർ എനിക്ക് തീരെഴുതി തന്നിട്ടുള്ള മണ്ഡലമാണ് ചിറ്റാരിക്കര. അതൊരു പോരായ്മ തന്നെയാണ്. അതെ അതെ, എന്ന് എതിർ പാർട്ടിക്കാർ പറയുമെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. ചിറ്റാരിക്കരയിൽ നിന്നും കേരളക്കര മൊത്തം KSRTC ബസ് സർവീസ് ഇല്ലേ? ഗതാഗത മന്ത്രിയായിരുന്നപ്പോ ഞാൻ ചെയ്തതാ ഈ നാടിന് വേണ്ടി ഇതൊക്കെ. ഇനി ഈ നാട്ടിലെ പട്ടിണിപ്പാവങ്ങൾക്ക് വേണ്ടി ഒരു എയർപോർട്ട്, അതാണ് എന്റെ സ്വപ്നം. പട്ടിണി പാവങ്ങൾക്ക് എയർപോർട്ട് അത്യാവശ്യമല്ലേ? ലണ്ടനിൽ പോവാൻ, അതെന്തിന്? വെളുക്കിരിക്കാൻ. ഈ നാടിനെ സ്വർഗതുല്യമാക്കാൻ നിങ്ങൾ എന്നെ വിജയിപ്പിച്ച് മന്ത്രിയാക്കി ചിറ്റാരിക്കരയുടെ പാരമ്പര്യം നിലനിർത്തണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. അടുത്തതായി 2 പ്രമുഖ മുന്നണി സ്ഥാനാർത്ഥികൾക്കെതിരെ സ്വതന്ത്രനായി മത്സരിക്കുന്ന ബി കൃഷ്ണകുമാറിന് എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം. സ്വന്തം അച്ഛനെതിരെ മത്സരിക്കുന്നതാണോ ലഡു? പ്രിയമുള്ളവരെ, ബഹുമാന്യരായ എന്റെ 2 എതിർ സ്ഥാനാർത്ഥികളുടെ മോഹനസുന്ദര വാഗ്ദാനങ്ങളും വീരവാദങ്ങളും നിങ്ങൾ കേട്ടുകഴിഞ്ഞു. നടക്കാത്ത വാഗ്ദാനങ്ങൾ നൽകി നിങ്ങളെ വഞ്ചിക്കാൻ ഞാൻ തയ്യാറല്ല. പക്ഷേ ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ
ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ശക്തമായ 2 മുന്നണികൾക്കെതിരെ മത്സരിക്കുന്ന ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ഞാൻ. വിജയ സാധ്യത വളരെ കുറവായി എനിക്ക് ഇവിടുത്തെ പല പ്രമുഖ വ്യവസായികളും പ്രമാണിമാരും കുറച്ച് പാരിതോഷികങ്ങൾ തന്നിട്ടുണ്ട്. ഇത് 5 ലക്ഷം രൂപയുണ്ട്. നമ്മുടെ മുന്നിലിരിക്കുന്ന നന്മ നിറഞ്ഞ ശ്രീ ചാണ്ടിച്ചൻ സംഭാവനയായി തന്നതാണ് ഈ തുക. ഇത് 3 ലക്ഷം വ്യവസായ പ്രമുഖൻ കോശിയുടെ വക. ഇത് 2 ലക്ഷം അബ്കാരി നമ്പീശന്റെ വക. ഇത് 1 ലക്ഷം കോൺട്രാക്ടർ സരസന്റെ വക. വിജയ സാധ്യത ഒട്ടുമില്ലാത്ത എനിക്ക് ഇത്രയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ വിജയത്തിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന എന്റെ എതിർ സ്ഥാനാർത്ഥികൾക്ക് എത്രയൊക്കെ കിട്ടി കാണും. ഈ ചിറ്റാരിക്കരയുടെ അഭിമാനമായ സന്മനസ്സുള്ള ചാണ്ടിച്ചൻ പറയണം, താങ്കൾ എത്ര രൂപ സംഭാവനയായിട്ട് കൊടുത്തു എന്ന്. ആ നല്ല മനസ്സ് ജനങ്ങളൊക്കെ ഒന്ന് അറിയട്ടെ എന്ന്. ജനാർദ്ദനം പിള്ളയ്ക്ക് 10 ലക്ഷം, മേനോൻ സാറിന് 20 ലക്ഷം അല്ലേ? സത്യമാണ്, നുണ പറയല്ല. പണം പിടിച്ചു. താങ്ക് യു ചാണ്ടിച്ചൻ. കർത്താവ് തരുന്നു, ഞാനത് കൈനീട്ടി വാങ്ങിക്കുന്നു. എങ്ങനെയുണ്ട്? ടി വിയിൽ വരുക കേട്ടല്ലോ. ഇതുപോലെ എത്ര ലക്ഷങ്ങൾ ഇവരുടെ കൈകളിൽ എത്തിക്കാണും. അതിവിടെ വെളിപ്പെടുത്താൻ ഈ സ്ഥാനാർത്ഥികൾ തയ്യാറാണോ? ബഹുമാന്യരെ, ഈ പണം കൊണ്ട് എന്റെ പോസ്റ്ററുകൾ അച്ചടിച്ച് ഈ മണ്ഡലം മുഴുവൻ ഒട്ടിക്കാം, ബാനറുകൾ കെട്ടാം, വോട്ടുകൾ വിലയ്ക്ക് വാങ്ങാം. പക്ഷേ ഞാനത് ചെയ്യില്ല. 25 കൊല്ലമായിട്ട് നിങ്ങൾ ജയിപ്പിച്ചു വിടുന്ന ശ്രീ ബാലഗംഗാധര മേനോന്റെ മണ്ഡലത്തിലെ ജനറൽ ഹോസ്പിറ്റലിൽ ഒരു ആംബുലൻസ് ഉണ്ടോ? അത്യാവശ്യ സൗകര്യങ്ങളുണ്ടോ? പ്രിയമുള്ളവരെ, ചാണ്ടിച്ചൻ നന്ദി 5 ലക്ഷം രൂപ ഇവിടുത്തെ ജനറൽ ഹോസ്പിറ്റലിന് ആംബുലൻസിനും മറ്റുള്ള സൗകര്യങ്ങൾക്കും വേണ്ടി ചാണ്ടിച്ചന്റെ പേരിൽ ഞാനിത് ഇന്ത്യ വിഷയം ഏൽപ്പിച്ചുകൊള്ളുന്നു. ഞാൻ സമ്മതിക്കൂല. സുഹൃത്തുക്കളെ, ബാക്കിയുള്ള ഈ തുക പാവപ്പെട്ട കുട്ടികളുടെ പഠിപ്പിനും ഭക്ഷണത്തിനും അതുപോലെ ആരോരുമില്ലാത്ത വൃദ്ധജനങ്ങളുടെ സൗജന്യ ചികിത്സയ്ക്കുമായി ഈ തുക തന്ന ആളുകളുടെ പേരിൽ തന്നെ ഞാനിത് ഇന്ത്യ വിഷന് കൈമാറുന്നു.